എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെരവക്കായുടെ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചെരവക്കായുടെ ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെരവക്കായ, 4 ഏലക്കായ, കുറച്ച് ബദാം, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പിസ്ത, കുറച്ച് നെയ്യ്, കുറച്ച് പഞ്ചസാര, കുറച്ച് പാലിൻ്റെ പാടയും കൂടിയിട്ടുള്ളത്. ചെരവക്കായുടെ ഈ ഏറ്റം മുറിച്ച് കളയുക. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഈ തൊലി ഇങ്ങനെ ചിരണ്ടി കളയുക. ചെരവക്കായുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് പകുതി കട്ട് ചെയ്യാം. ഇതുപോലെ നല്ല മുത്തിരി തടിയുള്ള ചെരവക്കായ എടുക്കുക. തീരെ കനം കുറഞ്ഞാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ടാവില്ല അധികം. ഇനി നമുക്കിത് ഇതേപോലെ ഇങ്ങനെ അരിയാം. ചെരവക്കായ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുള്ള ഭാഗം എടുത്താൽ മതി. ഉള്ളിലത്തെ ഇതൊന്നും എടുക്കണ്ട, ഈ കുരുവൊന്നും എടുക്കണ്ട. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിൽ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ചെരവക്കായ ഇടാം, അരിഞ്ഞിടാം. ഇതിൽ വെള്ളം വെക്കുന്ന വരെ നന്നായിട്ട് ഇളക്കുക. ഗ്യാസൊക്കെ ഫാസ്റ്റ് വെക്കുക, അപ്പോൾ പെട്ടെന്ന് അതിലത്തെ വെള്ളം വറ്റും. ഇപ്പം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയുണ്ട്. ഇനി നമുക്ക് പാല് ചൂടാക്കിയിട്ട് ഒഴിക്കാം. തണുത്ത പാൽ ഒഴിച്ചാൽ ചിലപ്പോൾ ഇത് പിരിയും. ഇത് ചൂടായ പാലിൻ്റെ പാടയും കൂടിയിട്ടുള്ളത്. പാലിൻ്റെ പാടയിട്ട നല്ല ടേസ്റ്റാണ്. ഇനി ഇത് വറ്റണ വരെ ഇളക്കി വേവിക്കത്. ഇപ്പം ഇതിലത്തെ പാലൊക്കെ വറ്റിയുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഞാനിത്തിരി കുറവിട്ടേക്കണത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചെരവക്കായ എത്രയുള്ള അത്ര പഞ്ചസാര ഇട്ടുണ്ടെങ്കിൽ നല്ല മധുരത്തിലുള്ള ഹൽവ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഇത്തിരി കുറവിട്ടാണിത് പഞ്ചസാര. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചതിടാം. ഏലക്കായ പൊടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത. ഈ പിസ്തയിൽ ഉപ്പില്ലാത്ത പിസ്തയാണ്. ഇനി നന്നായിട്ട് മിക്സ് ആക്കുക. ചെരവക്കായുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ക്യാരറ്റിൻ്റെ ഹൽവയെക്കാളും ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ഹൽവ. എല്ലാവരും ഉണ്ടാക്കിയ കുട്ടികൾക്കൊക്കെ കൊടുക്കും. ചെരവക്കായുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.